dear students, welcome to a new beautiful video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ EVSന്റെ ഒന്നാമത്തെ ചാപ്റ്ററായ ലിവിംഗ് തിങ്സ് ആൻഡ് ദെയർ സറൗണ്ടിങ്സ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എക്സാമിന് വേണ്ടിയാണ്. ഒരു ക്വിക്ക് റിവിഷനും പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് എന്താണ്? അതിലെ കീ കൺസെപ്റ്റുകളാണ്. കീ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്? അഡാപ്റ്റേഷൻ, സ്പെഷ്യൽ ബോഡി ഫീച്ചേഴ്സ് ഓർ ബിഹേവിയേഴ്സ് ദാറ്റ് ഹെൽപ്പ് ആൻ ഓർഗാനിസം സർവൈവ് in its environment. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഗിൽസ് ഇൻ ഫിഷ്, thick stem in cattle. നെക്സ്റ്റ് പോർഷൻ ഹാബിറ്റാറ്റ്. ഹാബിറ്റാറ്റ് നാച്ചുറൽ ഹോം ഓഫ് ആൻ ഓർഗാനിസം. അപ്പൊ അതിന്റെ എന്തൊക്കെ ടൈപ്സ് ഉണ്ട്? ഫോറസ്റ്റ്, ഡെസേർട്ട്, പോളാർ റീജിയൻസ്, ഗ്രാസ് ലാൻഡ്, മൗണ്ടൻസ്, പോൺസ്, റിവർ, അങ്ങനെ കുറച്ച് ഹാബിറ്റാറ്റുകളുണ്ട്. പിന്നെന്താ? എക്കോസിസ്റ്റം, ഓൾ ലിവിങ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസം ആൻഡ് നോൺ ലിവിങ് തിങ്സ്. നോൺ ലിവിങ് തിങ്സ് എന്തൊക്കെയാ? എയർ, വാട്ടർ, സോയിൽ, സൺലൈറ്റ് ഇൻ ആൻ ഏരിയ ഇന്ററാക്ടിങ് ടുഗദർ. അതാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇന്റർ ഡിപ്പെൻഡൻസ്. എന്താ? ലിവിംഗ് തിങ്സ് ഡിപ്പെൻഡ് ഓൺ നോൺ ലിവിംഗ് തിങ്സ്, എയർ, വാട്ടർ, സൺലൈറ്റ് ആൻഡ് ഓൺ ഈച്ച് അതർ ഫോർ ഫുഡ്, ഷെൽട്ടർ ആൻഡ് സർവൈവൽ. അപ്പൊ ഇതാണ് ഇന്റർ ഡിപ്പെൻഡൻസ്, പരസ്പരാശ്രയത്വം എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് എക്സാമ്പിൾസ് ഓഫ് അഡാപ്റ്റേഷൻ ആണ്. ഓർഗാനിസം, ഹാബിറ്റാറ്റ്, എന്താണ് അഡാപ്റ്റേഷൻ? ഫിഷ്, ക്യാമല, വാട്ടർ ലില്ലി, ഫ്രോഗ്, പെൻഗിന്, കങ്കാരു ഇത്ര കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ വായിച്ചു നോക്കണം നന്നായിട്ട്. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് നാച്ചുറൽ വേഴ്സസ് മാൻ മെയ്ഡ് ഹാബിറ്റാറ്റ്. അപ്പൊ എന്തൊക്കെയാ ഉള്ളത്? നാച്ചുറൽ ഫോറസ്റ്റ്, പോണ്ട്, ഡെസേർട്ട്, പോളാർ റീജിയൻസ്, മാൻ മെയ്ഡ് ഗാർഡൻസ്, അക്വേറിയം, പാർക്ക് തുടങ്ങിയവ. അപ്പം നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ആൻഡ് എഫക്ട്. അപ്പൊ ഏതൊക്കെയാ പൊല്യൂഷൻസ്? എയർ, വാട്ടർ ആൻഡ് സോയിൽ പൊല്യൂഷൻ ആണ് മെയിൻ ആയിട്ടുള്ള പൊല്യൂഷനുകൾ. അപ്പം എയർ പൊല്യൂഷൻ കാരണം എങ്ങനെയാ? കോസ് ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാവുന്നു, റിഡ്യൂസ് ക്രോപ്പ് ഈൽഡ്, ലീഡ് ടു ഗ്ലോബൽ വാർമിംഗ്. വാട്ടർ പൊല്യൂഷനോ ഹാം aquatic life, spread disease. Soil pollution, reduce soil fertility, affect plants and animals. Next കൊടുത്തിരിക്കുന്നത് ഡിസാസ്റ്റേഴ്സ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്തൊക്കെയാ? ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്സ്, എർത്ത് ഫോറസ്റ്റ് ഫയർ, സൈക്ലോൺസ് തുടങ്ങിയ. ഇതിന്റെ കാരണം എന്തൊക്കെയാണ്? നാച്ചുറൽ പ്രോസസ്സും ഉണ്ട്, അതുപോലെ തന്നെ ഹ്യൂമൻ ആക്ഷൻസും ഇതിനൊരു കാരണമൊക്കെയാണ്. പിന്നെ നമുക്ക് എടുക്കാവുന്ന പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? ഏർലി വാർണിംഗ് സിസ്റ്റം, സേഫ് ഷെൽട്ടർ, അവോയ്ഡിങ് റിസ്കി ഏരിയ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. What is interdependence in ecosystem? എന്താണ് interdependence? It means living and non-living things depend on each other. Example, plants depend on sunlight, animals depend on plants for food. Give two adaptations of desert plants. Desert plants in adaptation എന്തൊക്കെയാ? Small or no leaves, waxy coating on stem to reduce water loss. Question 3. How does soil pollution affect living things? It reduces soil fertility, contaminates food, and harm plants and animals. Question 4. Why can't fish live on land? Fish breathe using gills, which only work in water. Give two actions to protect ecosystem. Avoid cutting trees, prevent dumping waste into rivers. Next, question 6. What are the harmful effects of air pollution? Breathing problems, reduced crop yield, acid rain, global warming. Next, question 7. Name one small desert animal that can live without drinking water. Answer is kangaroo rat. Why do frogs change habit with the season? Frogs move to pond in rainy seasons for breeding and feed in summer to avoid drying out. Next question. What happens if a river dries up for crocodiles? They lose their habit and food. Protect by conserving water bodies and making artificial ponds. Compare fish and camel adaptation. Fish, fine gills, streamlined body, and camel, hump, store fat, long legs, flat feet. How can we protect habitat? Keep water clean, plant trees, reduce chemical fertilizers. Next കൊടുത്തിരിക്കുന്ന pond food chain ആണ്. Water plants, small fish, big fish. Energy flows from plants to small fish to big fish. Next, which of these is a habitat of fish? ഏതാണ്? Answer, pond. The special feature that help us camel store energy, hump. Plants in desert are called xerophytes. Which of these help fish move easily in water? എന്താ? Streamlined body. Frogs breathe through lungs on land through dash in water. വെള്ളത്തിൽ എങ്ങനെയാണ് അവർ ശ്വസിക്കുന്നത്? Skin. The place where an organism lives is called habitat. Which of these is a man-made habitat? ഏതാണ് man-made habitat ഉള്ളത് ഇതിനകത്ത്? Aquarium. Penguin have thick
fat under their skin is called a bulbar. Next question. An ecosystem has both living and non-living things. Which of these animals can live without drinking water? ഏതാണ് kangaroo rat. Which part of the fish help in breathing? Gills. Which of these is not a natural habitat? ഏതാണ് ഇതിന്റെ natural habitat അല്ല വരുന്നത്? Garden. Thick stems in desert plants help them store water. Soil pollution can be caused by excessive use of pesticides. Which of these is a producer in pond ecosystem? Answer, algae. Which natural disaster can be caused by heavy rain on hills? Landslide. Which of these animal is adapted to live polar regions? Which one? Penguin. Air sac in water lilies help them float in water. The first step in any food chain is usually producer. Which of these pollutants water? Plastic waste. In pond food chain, small fish eat water plants. Which of these is a feature of camel feet? Flat and wide. The fat in camel hump is mainly used for energy storage. Which of these help prevent soil pollution? Composting, organic waste. In interdependence, and animals depend on plants for oxygen, shade and shelter. ആൻസർ വരുന്നത് ഏതാണ്? ഓൾ ഓഫ് ദ എബോ. നെക്സ്റ്റ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആൻസർ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആൻസറോടെ നോക്കി ചെയ്യുക.